വയനാട്ടിലെ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലേക്കാണ് PV ജോഷില അവിടെ നിന്ന് തത്സമയം ചേരുകയാണ്. ജോഷില, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അവിടെ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ ഒരുക്കിയതാണ്. ഇപ്പോൾ ഒരു ലൈബ്രറി കൂടി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ജോഷില അവിടുത്തെ വിവരങ്ങൾ? അസിത, ഒരു തിരുത്തുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ്. ക്യാമ്പ് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ക്യാമ്പിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഭക്ഷണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ക്യാമ്പിലുള്ള ദൃശ്യങ്ങൾ പകർത്താനാവില്ല, കാരണം അവരെ വീണ്ടും ബിംബവൽക്കരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പുനരധിവാസത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന മറ്റൊരു മുഖം കൂടി ഇവിടെയുണ്ട്. അത് വെള്ളാർമല ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകരുടേതാണ്. അവർ വെള്ളാർമല UP സ്കൂളിനെ മുഴുവനായും ദുരന്തം എടുത്തു കളഞ്ഞപ്പോൾ അവർ ഇന്ന് വെള്ളാർമല UP സ്കൂൾ സന്ദർശിക്കാനായി അവിടെ പോയി. അവിടെയുള്ള ഒരുപാട് കുട്ടികൾ, 12ഓളം കുട്ടികൾ മിസ്സിംഗ് ആണ്. എന്നാൽ പോലും അവരുടെ ഒരു സ്വർഗ്ഗഭൂമിയായിരുന്നു അത്. അവർ എല്ലാ അധ്യാപകരും മറ്റു ജില്ലകളിൽ നിന്നും വന്ന് അവിടെ കാലങ്ങളായി 18 വർഷത്തോളം പ്രധാന അധ്യാപകനായി ജോലി ചെയ്ത ഉണ്ണികൃഷ്ണൻ മാഷ് മുതൽ, അതായത് ആ പ്രദേശത്തെയും ആ നാടിനെയും ആ നാട്ടുകാരെയും ആ വിദ്യാർത്ഥികളെയും ഒരുപാട് സ്നേഹിച്ച് അവിടുന്ന് ട്രാൻസ്ഫർ പോലും വാങ്ങാതെ അവിടെ നിന്ന ഉണ്ണികൃഷ്ണൻ മാഷ് അടക്കമുള്ള അധ്യാപകർ അവരുടെ ജീവിതം അല്ലെങ്കിൽ ജോലി പോലും ഇല്ലാതായ അവസ്ഥയാണത്. സ്കൂൾ അടക്കം ദുരന്തം കൊണ്ടുപോയപ്പോൾ ആകെ ശൂന്യമായ ഒരവസ്ഥയിലായിരുന്നു അവർ. കുട്ടികൾ, ജീവന് തുല്യം സ്നേഹിച്ച കുട്ടികൾ, ഒരു ചൂരൽ പോലും എടുക്കാതെ അങ്ങനെ വളർത്തിയ കുട്ടികളിൽ ഒരുപാട് പേർ മിസ്സിംഗ് ആണ്. അത്തരത്തിൽ ഒരു സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ അടക്കം നേരത്തെ കൊടുത്താണ്. അവരെ വെള്ളാർമല UP സ്കൂളിലെ ആ അധ്യാപകരെ ഇന്ന് ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവിടെ അവർക്കായി ഓഫീസ് സൗകര്യം അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ലൈബ്രറി മുഴുവനായും ഓഫീസ് ക്രമീകരണത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. വെള്ളാർമല UP സ്കൂളിലെ അധ്യാപകർ പുതിയ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശൂന്യതയിൽ നിന്നും ആ സ്കൂളിന്റെ രജിസ്റ്ററുകൾ അടക്കം എല്ലാ ഔദ്യോഗിക നടപടികളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്കൂളിന്റെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്ന് ഇവിടെ നിന്നും ആ ഔദ്യോഗിക നടപടികളെല്ലാം തന്നെ, അതായത് പഴയതുപോലെയുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളിലേക്കും മാറാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളുടെ കൂടെ വെള്ളാർമലയിലെ അധ്യാപകരുണ്ട്. അനീഷ് മാഷ് അല്ലേ? മാഷ് ഇന്ന് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? പോയതിൻ്റെ ഒരു അവിടെ സ്കൂൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. നമുക്ക് പുതിയൊരു കെട്ടിടം കൂടി അനുവദിച്ചിരുന്നു, കിഫ്ബിയുടെ ഫണ്ടിൽ അനുവദിച്ചിട്ട്. അത് പൂർണ്ണമായിട്ടും തകർന്നുപോയി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി MP ഫണ്ടിൽ നിന്ന് നമുക്കൊരു ഓഡിറ്റോറിയം അനുവദിച്ചിരുന്നു, ഓപ്പൺ എയർ ഓഡിറ്റോറിയം. അതും ഇന്നിപ്പോൾ ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ്. നിലവിൽ സ്കൂളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം പോലും ഇല്ല, എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ, അതിനെക്കുറിച്ച് എന്താ പറയുക? ഈ സ്കൂൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു സഹോദര സ്ഥാപനം പോലെ തന്നെയാണ്. ഇവിടുത്തെ ഓരോ അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മിക്കവാറും ഞങ്ങളുടെ അധ്യാപകരൊക്കെ SLC ഡ്യൂട്ടി എടുക്കുന്നത് ഇവിടെയും അവരവിടെയുമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾ പരസ്പരം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 12ഓളം റൂമുകൾ അവരുടെ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഒപ്പം ഒരു ഓഫീസും എല്ലാം ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഓഫീസ് നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി ബാക്കി അതിൻ്റെ പ്രൊസീജിയറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതിനുള്ള ഒരുക്കങ്ങളാണ്. സ്കൂളിൻ്റെ എല്ലാ ഔദ്യോഗിക നടപടികളും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം നമ്മൾ തിരിച്ചെടുത്തു. അതായത് ഓഫീസ് റൂം ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും വീഴാം. എങ്കിലും ഞങ്ങൾ പോയി രേഖകൾ മുഴുവൻ പറ്റാവുന്നിടത്തോളം എടുത്തുകൊണ്ട് വന്നു. ഇനി അത് വീണ്ടും ഒന്നേന്ന് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ തുടങ്ങാമെന്ന്, പുതിയതായിട്ട് തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഒന്ന് സംസാരിക്കുമോ? സ്കൂളിലെ 18 വർഷമായി വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷാണ്. ഉണ്ണികൃഷ്ണൻ മാഷ് നേരത്തെ തന്നെ നമ്മളോടൊപ്പം ചേർന്നതാണ്. ഉണ്ണികൃഷ്ണൻ മാഷ് ഇപ്പോഴും ആ ഒരു വെള്ളാർമല സ്കൂളിലെ ആദ്യത്തെ ദിവസം പോലെ ഇപ്പോഴും എല്ലാം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാഷ് എന്താ പറയാനുള്ള? ഇന്ന് സ്കൂളിൽ നിൽക്കുന്ന സ്ഥലം സന്ദർശിച്ചു, കണ്ടു, ഒന്നും പറയാനില്ല. ഈ ഔദ്യോഗിക നടപടികളൊക്കെ ആരംഭിച്ചു. എല്ലാം നമ്മുടെ കുറച്ച് മുന്നേ DO സാറ് വന്നിരുന്നു. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നു. അതനുസരിച്ച് ഞങ്ങളിപ്പോൾ എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മാഷിനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം മാഷ് നേരത്തെ തന്നെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. നേരത്തെ കൈരളി ടിവിയോട് തന്നെ തന്ന അഭിമുഖത്തിൽ ഇതൊക്കെ പറഞ്ഞതായിരുന്നു. അന്ന് ആ ദുരന്ത ബാധിത സ്ഥലത്ത് ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ടീച്ചറുടെ പേര് മഞ്ജു, അന്ന് രക്ഷപ്പെട്ടതാണ് അല്ലേ? അതെ. എന്താ അന്നത്തെ ഒരു അനുഭവം? അത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഏകദേശം ഒരു 2 മണിയായപ്പോൾ ഞാനിങ്ങനെ കണ്ണു തെളിക്കുമ്പോഴത്തേനും ഭയങ്കര ചുറ്റുപാടൊക്കെ ഭയങ്കര ശബ്ദവും നിലവിളിയും വേറെന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് പൊക്കത്തെ നിലയിൽ മെഹബൂബ് സാറ് താമസിക്കുന്നുണ്ട്. അപ്പോൾ സാർ വേഗം എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സാറേ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു വേഗം ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിടന്ന റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ ഹാളിൽ വെള്ളമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ഇടനാഴിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഭയങ്കര ചെളിയുണ്ട്. അപ്പോൾ എന്നോട് സാറപ്പോഴത്തേനും ഞാൻ ഫോണിലുണ്ട് സാർ. അന്നേരം സാറിനോട് പറഞ്ഞു വേഗം താക്കോലെടുത്തിട്ട് ടീച്ചർ ഗ്രില്ല് തുറന്ന് പുറത്തേക്ക് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താക്കോലെടുത്ത് അപ്പോൾ ആ ഗ്രില്ല് ഒരു തുണി ഇട്ട് മറച്ചേക്കും. അപ്പോൾ തുണി അങ്ങ് മാറ്റിയപ്പോൾ 2 ആൾ പൊക്കത്തിൽ ചെളി നിറഞ്ഞിട്ട് ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നിൽക്കുക. അപ്പം എനിക്ക് വെപ്രാളത്തിൽ ഞാൻ എന്നിട്ട് അത് തുറക്കാൻ നോക്കുക. അത് ജാം ആയതുകൊണ്ട് അത് തുറന്നില്ല. അത് തുറന്നിട്ട് ഞാൻ അപ്പോഴേ പോയേനെ. പക്ഷെ ആ സമയത്ത് വെപ്രാളാണല്ലോ. അത് കഴിഞ്ഞിട്ട് വേഗം ഞാൻ അടുക്കള ഭാഗത്തേക്ക് ഓടി. എന്ത് ചെയ്ത് അടുക്കള തുറക്കാൻ പറ്റുന്നില്ല. വെറുതെ സാധാരണ നമുക്ക് തുറക്കാൻ പറ്റുന്നു, പക്ഷെ അന്ന് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞോടി. എന്നിട്ട് ഞാൻ നിലവിളിച്ചു സാറേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറും അപ്പുറത്ത് നിന്ന് നിലവിളിച്ചു. അപ്പോൾ അവരുടെ സ്റ്റെപ്പ് കയറി പോകുന്ന അവിടെയായിട്ട് വി ബോർഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സാറ് ചവിട്ടിയിട്ട് ആവുന്നില്ല, വെപ്രാളത്തിൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ തൊട്ട് മേലെ ഒരു ഹൗസുകാരും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനും മൂത്ത മോനും സാറും കൂടെ ഒരുമിച്ച് ചവിട്ടി കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. എന്നിട്ട് എന്നെ വലിച്ചു കയറ്റുകയും ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മേലെ ചെന്ന് നോക്കുമ്പോൾ പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള വീടുകളെല്ലാം മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ വരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ റോട്ടിലെ കാര്യങ്ങൾ കാണാം. റോഡിലൊക്കെ ഗ്യാസ് ഊറ്റി, പിന്നെ കുറേ കല്ലും കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് അന്നേരം. പിന്നെ ആരൊക്കെയോ വന്നിട്ടത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻസ്ഡായി. പിന്നെ രക്ഷാപ്രവർത്തകർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്. കുട്ടികളുടെ കാര്യമൊക്കെ കുട്ടികളുടെ കാര്യവും ഞങ്ങളുടെ മക്കളെല്ലാം വിളിച്ചു. തെരുവരെ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നതിന് മുന്നേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സേഫാണോ എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോൺ എന്നൊരു ചെളി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് ആ ദിവസം കുറച്ച് പേരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. എന്നെ വിളിച്ചവരെ മാത്രം. തിരിച്ചെനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്ന വാർത്തകളൊക്കെ വളരെ വേദനാജനകമായിരുന്നു ഇന്ന് വരെയും. ഔദ്യോഗികമായ കാര്യങ്ങൾ ഞാനിത് 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വെള്ളാർമല സ്കൂളിൽ 5 വർഷം. ഞങ്ങളെപ്പോഴും ട്രാൻസ്ഫർ കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകരും കുട്ടികളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നു. കാര്യം ഞങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ നാളത്തെ ഭാവി ഓർത്തൊക്കെയാണ് നമ്മളങ്ങനെ പറയുന്നത്. പിന്നെ എല്ലാ അധ്യാപകരും ഒരു കുടുംബം പോലെ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ആണ്. എന്താണെന്ന് അറിയത്തില്ല, വീട്ടിലെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും സ്റ്റാഫ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അവിടെ ഒരു തരംതിരിവൊന്നുമില്ല. ഹൈസ്കൂള്, UP, LP, ഡെയിലി വേജ് ടീച്ചേഴ്സ് ആരും തമ്മിൽ യാതൊരു വിവേചനമില്ല. ഞങ്ങളുടെ അടുക്കളയിലെ ചേച്ചിമാരാണെങ്കിൽ പോലും ആരും തമ്മിൽ അവർ നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ പേര് വിളിക്കാൻ പോലും അത്രയും ഒരു സ്നേഹമുള്ള ചേച്ചിമാരും എല്ലാവരും ഇവിടെ. പൊണ്ണു സാറാണെങ്കിലും അവിടെ വന്ന് പോയ എല്ലാ അച്ഛമ്മമാരും ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞാലും ഞങ്ങൾ വീണ്ടും തണുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പോകണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ണിസാറൊക്കെ പറയുന്ന പോലെ ഉണ്ണിസാർ ഇത്രയും കാലം നിന്നതിന് ഇത്രയും അർത്ഥമുണ്ടല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇനി ഒന്നിൽ നിന്ന് തുടങ്ങണമല്ലേ ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതുപോലെ? അതെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ദൈവം സഹായിക്കുന്നു വിചാരിക്കുന്നു. എങ്ങോട്ടൊക്കെ ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടൊക്കെ പോകും, അവരിനി എന്ത് ചെയ്യും? സർക്കാരും എല്ലാ ഏജൻസികളൊക്കെ സഹായിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് നല്ല സ്ഥലമൊക്കെ കിട്ടാനും ഒക്കെ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നു. അത് എത്രയും വേഗം നടക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
സിത, ഇതാണ് വെള്ളാർമല സ്കൂൾ. ഇനി 1 നിന്ന് തുടങ്ങുകയാണ്. അതിനുള്ള സ്റ്റാർട്ടിംഗ് ആണിത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെല്ലാം ചേർന്ന് അവർക്ക് ഒരു പുതിയ ഓഫീസ് തുറന്നിരിക്കുകയാണ്. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. 12 ക്ലാസുകൾ അവർക്കായി മാറ്റിവെച്ചു കൊടുത്തു. അങ്ങനെ കേരളം നെഞ്ചോട് ചേർക്കുകയാണ് അവരെ. അസിത. തീർച്ചയായും PV ജോഷിലെയാണ് അധ്യാപകരുമായി സംസാരിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനോളം അമ്മയോളം സ്നേഹവും കരുതലും തന്ന ഒരുപാട് അധ്യാപകർ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ഈ വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ ആ കുട്ടികളുടെ മാത്രം പ്രിയപ്പെട്ടവരല്ല, ആ നാടിൻ്റെ കൂടി പ്രിയപ്പെട്ടവരാണ്. അവിടുത്തെ പ്രഥമാധ്യാപകൻ്റെയൊക്കെ വാക്കുകൾ ആ നാടിൻ്റെ നന്മയുടെ ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് പകർന്നു നൽകുന്നതാണ്. എന്തായാലും അവർ ആ സ്കൂളിനെ പഴയപടിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കേരളം അവരോടൊപ്പം ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് എല്ലാ ശ്രമങ്ങളും ആ നിലയിൽ തന്നെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. PV ജോഷില വിവരങ്ങൾ നൽകിയത്.